സ്ട്രോബെറി ബനാന സ്മൂത്തി. ആദ്യമായി ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. സ്ട്രോബെറി 6 എണ്ണം, ബനാന 4 എണ്ണം, 400 ml തണുപ്പിച്ച പാൽ, 2 ടേബിൾ സ്പൂൺ ഷുഗർ. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബ്ലെൻഡർ എടുക്കുക. അതിനുശേഷം അതിലേക്ക് സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ ബനാന, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന, ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മിൽക്ക്, നല്ല തണുപ്പിച്ച പാല് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 400 ml അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ഷുഗർ, 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഷുഗർ അത് ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഇതിലൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു ഫൈൻ ക്രീമി ആയിട്ടുള്ള ഒരു മിക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ സെർവിങ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനൊരു ക്രീമി ടെക്സ്ചറാണുള്ളത്. സ്ട്രോബെറിയും ബനാനയും അതുപോലെ മിൽക്കും ഷുഗറും എല്ലാം കൂടെ നന്നായി കമ്പൈൻ ചെയ്തിട്ട് ഒരു ബേബി പിങ്ക് കളറാണിതിന്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണിത്. അതുപോലെ ന്യൂട്രീഷ്യസ് ആണ്, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതൊരു സ്ട്രോബെറി അതുപോലെ തന്നെ ഒരു ബനാനയുടെ പീസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. സ്ട്രോബെറിയുടെ ഒരു സൈഡ് ഇങ്ങനെ കത്തി കൊണ്ടോ അങ്ങനെ ബ്ലേഡ് കൊണ്ടോ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഗ്ലാസിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ സെയിം രീതിയിൽ നമുക്ക് ബനാനയും ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കാണാൻ നല്ല കളർഫുള്ളായിരിക്കും, അട്രാക്റ്റീവായിരിക്കും. ഇതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് നമുക്ക് 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നന്നാവും. അപ്പോൾ നമ്മുടെ സ്വീറ്റായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള സ്ട്രോബെറി ബനാന സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.